ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ചെറിയ മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശരിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചേ. മീൻ പറ്റിച്ച് വെക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ നേരത്തെ മീൻ ഒന്ന് വൃത്തിയാക്കി നല്ല കഴുകി വൃത്തിയാക്കി അത് ശരിയാക്കി എല്ലാം ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കും കുറച്ച് ഉള്ളി, അതായത് ഒരു 10 ഉള്ളിയൊക്കെ ഉണ്ടാവും. ഉള്ളിയും വെളുത്തുള്ളിയും മുളകും, പച്ചമുളകും ഇഞ്ചിയും ഇത്രയും കൂടി ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇഞ്ചി ഇത്തിരി വലുതായതുകൊണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം. ഇത് ഇങ്ങനെ ചെയ്യുന്നതിലും നല്ലത് നമ്മൾ തേങ്ങ തിരുകിയിട്ട് ക്രഷ് ചെയ്യാതെ, മിക്സിയിലിട്ട് ക്രഷ് ചെയ്യാണ്ട് തിരുകിയിട്ട് ഇതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് തേങ്ങ തിരുവിയതും കൂടി ചേർത്ത് ചെയ്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് ക്രഷ് എടുത്തിട്ടുള്ളതിലേക്ക് ഇതുപോലെ ഉള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വലിയ ജീരകം, പെരുംജീരകം കൂടി ചേർത്തിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒന്ന് ഒരുപാടൊന്നും അരയണ്ട, എങ്കിലും ഇതെല്ലാം കൂടി ഒന്നും ചതഞ്ഞ് വരണം. അപ്പോൾ അങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചിരവിയ തേങ്ങയാണെങ്കിലേ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ചതച്ചിട്ട് അതിലേക്ക് ചിരവിയ തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതിയാകും. പക്ഷെ ഞാനിത് ഇങ്ങനെ ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ചതച്ചിങ്ങനെ ക്രഷ് ചെയ്തത് കൊണ്ട് ഒരിത്തിരി ഒന്ന് നല്ലപോലെ ഒന്ന് അരഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഫൈനായിട്ടല്ലെങ്കിലും അത്യാവശ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് അരഞ്ഞിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം. നമ്മളിതിൽ മാങ്ങ ഇട്ടാണ് വെക്കുന്നത്. അപ്പം ഈ മാങ്ങ വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം കറിക്ക് ഒഴിക്കണ പോലെ ഒഴിക്കുന്നില്ല, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മാങ്ങ ഇടുന്നുണ്ട്. അപ്പം ഇതിന് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ഒക്കെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ വെള്ളം ചേർത്തിട്ട് ഇത് തിളപ്പിക്കുന്ന സമയത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് മീൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു തോരൻ പരുവാകുമ്പോൾ ആ ഒരു ഇതിൽ കിട്ടും. ഞാനിപ്പം കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അത്രയും ഡ്രൈ ആക്കാതെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കറി പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും അത്രയും വലിയ കറിയായിട്ടല്ല, ഒരു പറ്റിച്ചതുപോലത്തേക്കൊരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി മാങ്ങ ഇട്ട് കൊടുക്കുക. ഈ മാങ്ങ ആണെങ്കിൽ വലിയ പുളിയൊന്നും ഇല്ലാത്ത മാങ്ങ ആയതുകൊണ്ടാണ് ഇത്രയും ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു മാങ്ങ ഉണ്ടാവും, ഇത്രയും മാങ്ങ ചേർത്ത് കൊടുക്കുക. അങ്ങനെ മാങ്ങയും കൂടെ ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഈ മാങ്ങ ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞിട്ടാണ് മീനൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. ഇനി അല്ലാതെ ഇനി വെളിച്ചെണ്ണയൊന്നും ഒഴിക്കില്ല. അപ്പോൾ ഇപ്പം ഉപ്പും വെളിച്ചെണ്ണയും എരിവും എല്ലാം ഒന്ന് നോക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം. അപ്പോൾ ഈ കൊച്ചു മത്തിയുടെ സീസൺ ആയതുകൊണ്ട് മിക്കവാറും മത്തി കിട്ടുന്നുണ്ട്. നല്ല രുചിയാണ് ഈ മത്തിക്ക്. ഇത് കറി എങ്ങനെ വെച്ചാലും നല്ല രുചിയാണ്. പക്ഷേ ഇങ്ങനെ ഇതിപ്പം കുറേ നാളായി ഇങ്ങനെ വെച്ചിട്ട്, അപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പം എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിത് അടുപ്പത്തൊക്കെ വെച്ച് ഒന്ന് തിളച്ച് വരണുണ്ട്. തിളച്ച് നന്നായിട്ട് വെന്ത് വരണം മാങ്ങ. വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അങ്ങനെ മീനും കൂടിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട്, ഒരുപാടിട്ട് മിക്സ് ചെയ്യാൻ നിൽക്കേണ്ട, ഇത് പൊടിഞ്ഞു പോവും. അപ്പം നന്നായിട്ടൊന്ന് അടിയിലൊന്ന് ഇളക്കി ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരുപാടിട്ട് കുത്തി ഇളക്കാതെ മെല്ലെ മെല്ലെ മാത്രം ഒന്ന് ഇളക്കിയിട്ട് അതൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഈ വെള്ളം ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഒരു 2-3 മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് ഞാൻ പിന്നെ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ചെറിയ തീയിലാണ് ഇട്ടിരിക്കുന്നത്. ഒരുപാട് വലിയ ഫ്ലെയിമിലൊന്നും അല്ല, ചെറിയ സിമ്മിലും അല്ല, വലിയ ഫ്ലെയിമിലും അല്ല, ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അത്യാവശ്യം വെള്ളം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും മീഡിയം ഫ്ലെയിമിലിട്ട്. ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അതുപോലെ തേങ്ങ തിരുവിയാണ് ഇടുന്നതെങ്കിലും ഇത്രയും ചതക്കി ഇങ്ങനെ ഒന്ന് അരയേണ്ട ആവശ്യമില്ല. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ അങ്ങനെ തിളച്ചൊക്കെ വരുന്നുണ്ട്. ഇതിൽ ഞാൻ പുളിയൊന്നും ആഡ് ചെയ്തിട്ടില്ല, ഈ മാങ്ങ മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം കറിക്ക് നല്ല പുളിയുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും
കൊച്ചുള്ളിയും ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക്. ഇത് ഒഴിച്ച് കൂട്ടാൻ വേറൊരു കറിയും കൂടെ എന്തായാലും വേണം. അപ്പം ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ കൂടെ. നല്ല സാമ്പാറായിരുന്നു. അപ്പോൾ സാമ്പാറിൻ്റെത് ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോ, എല്ലാവരും ഒന്ന് കാണണേ. അപ്പം ഇതൊക്കെ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കുക. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ കറി ഇതാ ഫൈനലായിട്ട് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. മീനൊക്കെ ഇത് ഒരുപാട് വേകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, പെട്ടെന്ന് തിളയ്ക്കുമ്പോൾ തന്നെ വേവുന്ന മീനായതുകൊണ്ട് ഒരുപാട് ടൈമിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് തിളച്ചപ്പോൾ തന്നെ മീനൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് കുത്തി ഇളക്കാതെ എടുക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം.